ഒരു ബിസിനസ് പേഴ്സൺ അയാളുടെ മൈൻഡിലെ ഒരു സെയിൽസ് ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഒരു സർട്ടൺ എമൗണ്ട് ആയിരിക്കാം. ചിലപ്പോൾ ഇയാൾ അതിന്റെ ഒരു 3 times 4 times ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും. പക്ഷെ പുള്ളി എപ്പോഴും സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സാധനം ഇത് എനിക്ക് പറ്റുള്ളൂ എന്നാണ് തോന്നിയേക്കുന്നത്. പക്ഷെ ഇത് ഇയാൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇത് എന്റെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അപ്പം അതുണ്ടോന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അത് അതായത് നമ്മുടെ ലൈഫ് എടുത്ത് നോക്കുക. നമ്മുടെ ലൈഫിൽ എവിടെയാണോ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് വേണമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലാണ് ഞാൻ കുറെ നാളായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടും ഒരു റിസൾട്ട് കിട്ടാത്തത്. ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈസി അല്ലേ, ജിമ്മില് മെമ്പർഷിപ്പ് എടുക്കും പക്ഷെ ഞാൻ ജോയിൻ ചെയ്യില്ല. പൈസയുടെ കാര്യത്തിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതങ്ങ് മാറും. ഈ സെയിൽസ് ടാർഗറ്റിന്റെ കാര്യം എടുത്താല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട്, പിന്നെ അത് നിന്ന് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവാം എവിടെയോ there is something stopping us. അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. നമ്മളുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എതിരെ പോകാൻ ഇറ്റ്സ് ഹൈലി ഡിഫിക്കൾട്ട്. ഒരുപാട് വിൽ പവർ വേണം അതിന് എതിരായി പോവാൻ. എന്ന് പറഞ്ഞാൽ ഈ മൈൻഡിനകത്ത് സെറ്റാണ് നമ്മുടെ കണ്ടീഷനിങ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം. റീനു എന്ന ഒരാള് ഇങ്ങനെയാണ് എന്ന് നമ്മുടെ മൈൻഡിന് അറിയാം. അപ്പൊ ഏത് ഏരിയയിലാണോ എന്റെ ഒരു ഇപ്പൊ എന്റെ കരിയർ എടുത്താല് എന്റെ കരിയർ ആണ് ഗ്രോ ചെയ്യുന്നില്ലാത്തത് എങ്കില് ഞാൻ എന്നോട് തന്നെ ദീസ് ആർ ഹൗ യു ക്യാൻ വേസ് ടു ഐഡന്റിഫൈ. ചിലപ്പോ ഞാൻ ഇപ്പോ ഒരു ലൈഫ് കോച്ച് ആണെന്ന് പറയുന്നതിൽ എനിക്കൊരു ഗിൽറ്റ് ഉണ്ടാവും, ഒരു it might not sound good to me. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? there is some resistance. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർ എന്നോട് ചോദിക്കും റീനു ആർ യു മേക്കിംഗ് മണി? ചിലപ്പോൾ ഞാൻ പറയും ഐ എം നോട്ട് മേക്കിംഗ് മണി. അപ്പൊ എന്താ, എവറി ടൈം ഐ തിങ്ക് അബൌട്ട് മൈ പ്രൊഫഷൻ, ഞാൻ പ്രൊഫഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. എവറി ടൈം ഐ തിങ്ക് അബൌട്ട് മൈ കരിയർ, എന്തൊരു ഇമേജ് ആണ് എന്നെ പറ്റി എന്റെ മൈൻഡിൽ വരുന്നത്, അതൊരു നെഗറ്റീവ് ഇമേജ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, there is something stopping me. ഇപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിൽ ചിലവർ പറയില്ലേ, ഓ ഞാനൊന്ന് ഫുഡ് മണത്താൽ തന്നെ ഞാൻ വണ്ണം വെക്കും. അത് ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് അവരുടെ. ഈ ബിലീഫാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുക. അപ്പൊ ഏതൊരു ഏരിയ ആണോ ലൈഫിൽ വർക്ക് ചെയ്യാതിരിക്കാൻ ഒരു റീസൺ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. നമ്മൾ നമ്മളുടെ മേലെ തന്നെ അടിച്ചമർത്തിയ കുറെ ബിലീഫ്സ്. ഓക്കെ.